മുഖ്യമന്ത്രി ചർച്ചകൾ കെപിസിസി നേതൃത്വം വിലക്കിയിട്ടും നേതാക്കൾക്കായി കോൺഗ്രസിൽ ഫ്ലക്സ് പോരി തുടരുകയാണ്. വി.ഡി. സതീശനെ നിയുക്ത മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് മലപ്പുറത്ത് വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു. എറണാകുളം ഡിസിസി ഓഫീസിന് എതിർവശത്ത് വി.ഡി. സതീശനെ എതിർത്തും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. ചർച്ചയിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുള്ള ചർച്ച മെയ് 4-ന് ശേഷം നടത്തുന്നതാണ് ഉചിതമായിട്ടുള്ളത്. പാർട്ടി ചെയർമാൻ ശ്രീ പി ജോസഫ് സാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പ്രീ മച്യൂർ ആയിട്ടുള്ള ഡിസ്കഷൻ. അങ്ങനെ ഒരു ഡിസ്കഷൻ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മളത് ആ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. മെയ് 4-ന് ശേഷം തീർച്ചയായിട്ടും അത് ആലോചിക്കേണ്ടി വരും. ആ സമയത്ത് ആലോചിക്കുക. അപ്പോൾ UDF കൂട്ടായിട്ട് ആലോചനകൾ വരുമല്ലോ, അതിൽ പാർട്ടിയുടെ നിലപാട് പറയും. അതേസമയം UDF അധികാരത്തിൽ വന്നാൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന മുസ്ലിം ലീഗ് യോഗത്തിലെ ചർച്ചകളെ വിമർശിച്ച് CPM നേതാവ് AK ബാലൻ രംഗത്ത് വന്നു. 3 പേരല്ല ഉള്ളത്, ഇപ്പം 4 പേരുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിയും കൂടിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഭരണം എന്തായാലും അവർക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഭരണം കിട്ടിയാൽ എന്തായിരിക്കും UDFൻ്റെ സ്ഥിതി എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കേരളത്തിലെ ജനത അപമാനം കൊണ്ട് തലതാഴ്ത്തുകയാണ്. ഇവർക്ക് വോട്ട് കൊടുത്തത് തെറ്റായിപ്പോയല്ലോ എന്ന ചിന്താഗതിയാണ്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തമ്പിങ് മെജോറിറ്റിയിൽ അധികാരത്തിൽ വരും. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി. ശ്രീജിത്ത് ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ആദ്യം സൈബർ പോരാളികളുടെ വകയായിരുന്നു ഈ മുഖ്യമന്ത്രി പോര് തുടങ്ങിയത്. അത് സൈബർ ഇടത്തായിരുന്നു. ഇപ്പോൾ അത് ഫ്ലെക്സ് പോരിലേക്ക് പോയിരിക്കുന്നു. ഫ്ലെക്സുകൾ എല്ലായിടത്തും ഫ്ലെക്സുകൾ രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ട് വി.ഡി. സതീശനെ പ്രതികൂലിച്ചുകൊണ്ട് അങ്ങനെ ഫ്ലെക്സുകൾ മാറി മാറി വരുന്ന ഒരു ട്രെൻഡിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറി. തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കോൺഗ്രസിലെ ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ വിഹരിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി. സോഷ്യൽ മീഡിയയിൽ നിന്നിപ്പോൾ പുറത്തേക്ക് വന്ന ഫ്ലക്സ് യുദ്ധമാണ് നടക്കുന്നത്. മലപ്പുറം ജില്ലയിലെ തവനൂർ മണ്ഡലത്തിലാണ് ആദ്യമായി വി.ഡി. സതീശനെ അനുകൂലിച്ച് ഫ്ലക്സ് ബോർഡ് വന്നത്. നിയുക്ത മുഖ്യമന്ത്രിക്ക് സ്വാഗതമെന്നായിരുന്നു ആദ്യം വന്ന ഫ്ലക്സിലെ വാചകം. പിന്നീട് ഇന്നും അവിടെ തവനൂർ മണ്ഡലത്തിലെ തിപ്രങ്ങോട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വീണ്ടും ഫ്ലക്സ് വന്നിരിക്കുന്നു. അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് എന്ന കാര്യം അറിയില്ല. എങ്കിലും സതീശനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ഫ്ലക്സാണ് അവിടെ വന്നിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകമായ എറണാകുളത്ത് DCC ഓഫീസിന് എതിർവശത്ത് സതീശനെ എതിർത്തും രമേശ് ചെന്നിത്തലയെ അനുകൂലിച്ചുകൊണ്ടുമുള്ള ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അവിടെ വി.ഡി. സതീശൻ്റെ PR വർക്ക് നിർത്തൂ എന്ന് പറയുന്നതാണ് ഈ ഫ്ലക്സ് ബോർഡിലെ വാചകം. അങ്ങനെ തെരുവ് യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഫ്ലക്സ് യുദ്ധത്തിലേക്ക് എത്തുന്ന നിലയിലേക്ക് കോൺഗ്രസിലെ ഈ മുഖ്യമന്ത്രി ചർച്ച മാറുകയാണ്. ഹൈക്കമാൻഡും KPCCയും ആവർത്തിച്ച് വിലക്ക് പുറപ്പെടുവിച്ചിട്ടും പരസ്യങ്ങളും സപ്ലിമെന്റുകളും ഫ്ലക്സ് യുദ്ധങ്ങളും സമൂഹ മാധ്യമ ഏറ്റുമുട്ടലുമൊക്കെയായി തന്നെ ഈ ചർച്ച അനിശ്ചിതം തുടരുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.